നമസ്കാരം. പൂരമഹോത്സവം അതിൻ്റെ ഒടുവിലത്തെ ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. കാമനും കന്യകയും ഗണപതിയുമൊക്കെ കഞ്ഞി കുടിച്ച് വെറ്റിലടക്ക കഴിച്ച് ഇപ്പോൾ ഓട്ടട കഴിച്ച് വീണ്ടും വെറ്റിലടക്ക കഴിക്കുകയാണ്. ഇനി അല്പനേരത്തിനുള്ളിൽ ഇവർ യാത്രയാകും. അടുത്ത വർഷം നേരത്തെ കാലത്തെ കുളിച്ച് ജപിച്ച് വരുവാൻ വേണ്ടി ദേവിയും പരിവാരങ്ങളും കുറച്ച് സമയത്തിന് ശേഷം പാലുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് യാത്രയാകും. ശ്രീ പൂരമഹോത്സവം വളരെ ഗംഭീരമായിട്ട് ഉത്തര കേരളത്തിൽ കൊണ്ടാടുന്ന ഒരു മഹനീയമായ ചടങ്ങാണ്. എല്ലാ വീട്ടിലും പൂരക്കഞ്ഞി, പൂരാട ഇതൊക്കെ ഉണ്ടാക്കും. ഭഗവതി എഴുന്നള്ളുമ്പോൾ എല്ലാവരും എതിരേൽക്കുകയും ഭഗവതിയെ സ്വീകരിക്കുകയും ചെയ്യും. ഒരു ആഘോഷം തന്നെയാണ് ഇത്. വളരെ അറിയപ്പെടാത്തതാണെങ്കിലും പൂരം ഉത്തര കേരളത്തിലെ ഒരു ഗംഭീര മഹോത്സവം തന്നെയാണ്. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കാമനും കന്യകയും ഗണപതിയുമൊക്കെ അടുത്ത വർഷം നേരത്തെ കാലത്തെ വരുവാൻ വേണ്ടി യാത്രയാകുകയാണ്. ഓം തത്സത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം തത്സത്.